ചിക്കനിൽ ഹണി ചേർത്ത് ഒരു ഡിഷ് ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും? ഹണിയുടെ സ്വീറ്റ്നെസ്, പെപ്പറിൻ്റെ എരിവ്, കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളർ, പിന്നെ ഗാർലിക്കിൻ്റെ ഫ്ലേവർ എല്ലാം ചേർന്ന് ഒരു സൂപ്പർ ഐറ്റം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഒന്ന് ഗാർണിഷ് കൂടി ചെയ്തെടുത്താൽ അടിപൊളിയാകും. 250 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലെടുത്ത് വയ്ക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, സോയാ സോസ് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും ചില്ലി ഫ്ലേക്സും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും എടുത്ത് വയ്ക്കാം. സോസ് ഫ്ലേവർ ബാലൻസ് ചെയ്യും. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഒന്നൊന്നായി ഒരു പ്ലേറ്റിൽ എടുത്ത് വയ്ക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസ് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. 1-2 മിനിറ്റ് മതി. ബോൺ ഉള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കുക്ക് ചെയ്യുന്നതിനായി എടുക്കും. ഒരു വശമായി കഴിയുമ്പോൾ മറിച്ചിട്ട് രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇനി ചോപ്പ് ചെയ്തിരിക്കുന്ന ഗാർലിക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആയി വരുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടും. ഇതിലേക്ക് എരിവിനായി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മുളക് കരിഞ്ഞു പോകാതെയും ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇനി കുറച്ച് സമയം വെള്ളം തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ സോയാ സോസ് എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ്, 1/4 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ വിനീഗർ എല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവി നല്ലതുപോലെ കോട്ടാകുന്നത് വരെ 1-2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഹണി ചിക്കന് സ്വീറ്റ്നെസ് കിട്ടുന്നതിനായി ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഡിഷ് കുറച്ച് സ്വീറ്റ് ആക്കുവാനും പിന്നെ നല്ലൊരു ടെക്സ്ചറും കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വിത്ത് ഹണി ആൻഡ് ഗാർലിക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് അല്ലേ? ഇൻഗ്രീഡിയൻസ് എല്ലാം സാധാരണയായി നമ്മുടെ വീട്ടിൽ ഉള്ളത് തന്നെയാണ്. ഒരു ഹോം മെയ്ഡ് സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി. ഇനി ഗാർണിഷ് ചെയ്യുന്നതിനായി സ്പ്രിംഗ് ഓണിയനും സെസമി സീഡ്സും എടുത്തു വയ്ക്കാം. ഇത് രണ്ടും ഈ ചിക്കൻ ഡിഷിൻ്റെ മുകളിലായി ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. മധുരവും ഗാർലിക്കിൻ്റെ ഫ്ലേവറും ചേർന്ന ഒരു രുചി, ഒരു നല്ല ഭക്ഷണ നിമിഷം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.